ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹ ഡോക്യുമെന്ററി റിലീസ് ചെയ്തത്. നയൻതാരയുടെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം മുതൽ മക്കളുടെ വിശേഷങ്ങൾ വരെയാണ് ഡോക്യുമെന്ററി ഉൾക്കൊള്ളിച്ചിരുന്നത്. അമ്മ ഓമന, ആദ്യ ചിത്രത്തിന്റെ സംവിധായകനായ സത്യൻ അന്തിക്കാട് തുടങ്ങിയ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഡോക്യുമെന്ററിയിൽ വന്നു പോകുന്നുണ്ട്. മനസ്സിനക്കരെ എന്ന സിനിമയിലേക്ക് നയൻതാരയെ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് സത്യൻ അന്തിക്കാട് വിശദീകരിക്കുന്നത്. വിവാഹത്തിന് ഇതുവരെ പുറത്തുവരാത്ത ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ കാണാനാകും. ധനുഷ് നിർമ്മിച്ച 'നാനി റൗഡിതാൻ' എന്ന ചിത്രത്തിലെ ബിഹൈൻഡ് വൺ സ്ക്രീനുകളും ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നയൻതാരയെക്കുറിച്ച് സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: "ചില കാര്യങ്ങൾ മനുഷ്യൻ തീരുമാനിക്കും. മറ്റ് ചിലത് ദൈവമോ മറ്റേതെങ്കിലും അദൃശ്യ ശക്തിയോ ആകും തീരുമാനിക്കുക. അങ്ങനെയൊരു വിധിയോ ദൈവവുമോ തീരുമാനിച്ചാണ് സിനിമയിലേക്കുള്ള നയൻതാരയുടെ വരവെന്ന് എനിക്ക് തോന്നുന്നത്." 10-20 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നയൻതാരയുടേതായി അതിശയകരമായ കടന്നുവരവായിരുന്നു. മനസ്സിനക്കരെ എന്ന സിനിമ ഷീലയുടെ ഒരു തിരിച്ചുവരവായി ഹൈലൈറ്റ് ചെയ്യപ്പെട്ട നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നായിക പുതുമുഖം മതിയെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു വനിതാ മാസിക കാണാനിടയായി. അതിലൊരു പരസ്യത്തിൽ ശലഭസുന്ദരിയെ പോലെ ഭയങ്കര ആത്മവിശ്വാസം തോന്നുന്ന പെൺകുട്ടിയെ കണ്ടു. അതിനു മുമ്പ് അവരെ കണ്ടിട്ടുമില്ല. ഞാൻ ആ മാസികയുടെ എഡിറ്ററിനെ വിളിച്ചു. വനിതാ മാസികയായിരുന്നു. തിരുവല്ലയിലുള്ള കുട്ടിയാണെന്ന് അവർ പറഞ്ഞു. വിവരവും തന്നു. അങ്ങനെ ഞാൻ ആദ്യമായി നയൻതാരയെ വിളിക്കുന്നു. ഡയാന എന്നായിരുന്നു കുട്ടിയുടെ പേര്. ശരിക്കും അന്ന് ഡയാന ഷോക്കായി പോയി കാണും. "ഞാൻ സത്യൻ അന്തിക്കാടാണ്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ?" എന്ന് ചോദിച്ചു. "ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കട്ടെ?" എന്ന് പറഞ്ഞ് ഡയാന ആ ഫോൺ കട്ട് ചെയ്തു. പുലർച്ചെ 3 മണിക്കൊരു കോൾ വരുന്നു. ഞാൻ നല്ല ഉറക്കത്തിലാണെന്നു. സിനിമയിലെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം നാളെ നേരിട്ട് വരാം ഡയാനയോട് പറഞ്ഞു. "സോറി സാർ, എനിക്ക് കുറച്ച് കസിൻസിനോട് ഞാൻ അഭിനയിക്കുന്നതിനെക്കൊണ്ട് താല്പര്യമില്ലെന്ന്" ഡയാന മറുപടിയായി പറഞ്ഞു. ഞാൻ തിരിച്ചു പറഞ്ഞു, "രണ്ട് തെറ്റാണ് ഡയാന ഇപ്പോൾ ചെയ്തത്. ഒന്ന്, എന്നെ 3 മണിക്ക് വിളിച്ചുണർത്തി. രണ്ടാമത്തേത് സിനിമയിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു." "അഭിനയിക്കുന്നത് ഇഷ്ടമാണോ?" എന്ന് ഡയാനയോട് ചോദിച്ചു. "ഇഷ്ടമാണെന്ന് പറഞ്ഞു." "അങ്ങനെയാണെങ്കിൽ വന്ന് നോക്കൂ. 2 ദിവസം ഷൂട്ടിംഗൊക്കെ എങ്ങനെയാണെന്ന് കാണാമെന്ന്" ഞാൻ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ ഞാൻ ഡയാനയെ അഭിനയിപ്പിച്ചില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ കൂടെ കൂട്ടും. ഷീലയും ജയറാമും ഒക്കെ അഭിനയിക്കുന്നത് എൻ്റെ ഒപ്പം നിന്ന് കാണും. അങ്ങനെ ടീമിൻ്റെയൊക്കെ പരിചയമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ എപ്പോഴാണ് അഭിനയിച്ച് തുടങ്ങേണ്ടതെന്നത്. അങ്ങനെയാണ് ആദ്യമായി ഡയാനയെ അഭിനയിപ്പിച്ചതെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു.